അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് ഞങ്ങൾ രണ്ടുപേരാണ് വന്നിട്ടുള്ളത്. റെഡി അല്ലേ എല്ലാവരും? ഓക്കെ. നളിൻ പിന്നെ സത്യൻ മാഷ്. ഓക്കെ, നമ്മൾ രണ്ടുപേരും അത് അവതരിപ്പിക്കുന്നത്. ഇത് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സസിബിലിറ്റി. വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള കാഴ്ചയില്ലാത്തവർ എങ്ങനെ മാപ്പ് ആക്സസ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്ന കൃത്യമായ ഉദ്ദേശം കൊണ്ടാണ്. നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടാനുണ്ട്. ഓക്കെ, അപ്പോൾ ടോപ്പിക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞിട്ട് OSM ആയിട്ട് റിലേറ്റ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും കാണുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വീൽ ചെയർ കയറാനുള്ള റാമ്പ് ഉണ്ടോ, അങ്ങനെയുള്ള പല പല കാര്യങ്ങളാണ്. പക്ഷേ ഇത് നമ്മൾ വേറൊരു രീതിയിലാണുള്ള OSMൻ്റെ മാപ്പുകൾ എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് സെൻഡലോണ എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ടാഗൊക്കെ തൂക്കി വന്നിട്ടുണ്ട്. ഇനി സെൻഡലോണ ഒരു ഓർഗനൈസേഷനാണ്, നമ്മൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്. എനിവേ, ആക്സസിബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഫോഴ്സ് എൻവയോൺമെൻറ്റിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. വിഷ്വൽ ഇമ്പയർമെൻ്റ് ആണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പല പല ലാംഗ്വേജസിലേക്കും ഇതിലേക്കും അതിന് വേണ്ടിയിട്ട് ലിബിലൂസ് ടേബിൾസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടാണ്. ലോക്കലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ച് ലോക്കലൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ച് നമ്മൾ വേറൊന്ന് ഫോക്കസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സൊല്യൂഷൻസ് കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പരമാവധി ഇൻക്ലൂസീവായിട്ട് ചെയ്യുക. ഇൻക്ലൂസീവായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ട് അത് എന്താ പറയുക, അവരെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഉള്ള സോഫ്റ്റ്വെയറിന് മാറ്റം വരുത്തിയിട്ട് അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലാണ്. ഓക്കെ, പിന്നെ നമ്മൾ ആരൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിവിടെ സത്യമാഷ വന്നിട്ടുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ പറയണോ ഇനി? റിട്ടയർഡ് ഹെഡ് മാസ്റ്ററാണ്. 15 വർഷമായിട്ട് ഇതിന് ഉണ്ട്. നമ്മൾ പണ്ട് SMC ഒക്കെ ആയിട്ട് SMCക്ക് നല്ലൊരു റോളുണ്ട്. നമ്മളെ SMC മീൻസ് സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്, അവർക്ക് നല്ല റോളുണ്ട് നമ്മളെ ഫോഴ്സിലേക്ക് എത്തിച്ചതിൽ. പിന്നെ KFBയുടെ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് അതിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് വൺ ഞാനാണ്. 3 ഗൂഗിൾ സമ്മർ ഓഫ് കോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പല ഇതിലും പോയി വർക്ക്ഷോപ്പുകളും ഇതൊക്കെ ചെയ്ത് ഓക്കെ 10 വർഷമായിട്ട് ഇതിനകത്ത് തന്നെ ഇത്തരം സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യലും ഒക്കെയാണ്. അതിനെ കൃത്യമായിട്ട് നമ്മൾ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിലൊക്കെ കുറച്ച് നമ്മൾ ബാക്കിലായിരുന്നു. ഇപ്പം നമ്മളതൊന്നും കൂടി സീരിയസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് മൂന്നാമത്തെ ആൾ നമുക്കിപ്പോൾ അടുത്തായിട്ട് കിട്ടിയ ഒരാളാണ്, മുകുന്ദൻ അണ്ണാമലയിൽ നിന്ന് വന്നിട്ട് 20 വർഷമായിട്ട് പുള്ളി ഇതിലുണ്ടായിരുന്നു, ഇൻഫോസിസിലുണ്ടായിരുന്നു, പിന്നെ ISRO അങ്ങനത്തെ ഇതിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി വന്നതിന് ശേഷമാണ് അതിൻ്റെ ശരിക്കുള്ള മാർക്കറ്റിംഗ്. ഇപ്പം നമ്മൾ ഓർഗനൈസേഷൻ കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ്ഡായി 4-5 പേര് നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ പരമാവധി ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആക്കാൻ നോക്കുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറും ചെയ്തിരുന്നു, അഡ്വാൻസ് ബ്രെയിൽ കീബോർഡ് എന്ന് പറഞ്ഞിട്ട്. എന്താണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് അറിയാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയിരുന്നു. ഇപ്പോഴും അത് അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ വരുന്ന പൈസ വെച്ചിട്ടാണ് ഇത് റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മേജറായിട്ടുള്ള സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു 3 നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ആക്സസിബിൾ കോക്കനട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഗ്നോബാർ ലിനക്സ് ബേസ്ഡ് ആണ്. ഓക്കെ, പിന്നെ ലിനക്സ് ഇൻ്റലിജൻറ്റ് OCR സൊല്യൂഷൻ വന്നിട്ട് നമ്മൾ ആദ്യത്തെ ഒരു പ്രോജക്റ്റായിരുന്നു. കാഴ്ചയില്ലാത്തവർക്ക് ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോമിലൊരു സൊല്യൂഷൻ. ഓക്കെ, ഓഫ്ലൈനുമായിട്ടുള്ളത്. പിന്നെ നമ്മൾ ശാരദ ബ്രെയിൽ റൈറ്റർ മറ്റൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്, അത് ബ്രെയിൽ ടെക്സ്റ്റ് ബ്രെയിൽ അറിയോ? ഞാൻ നോക്കട്ടെ.
കാഴ്ചയില്ലാത്തവർ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, 6 dots ആണ് ഉണ്ടാവുക. ഇത് നമ്മളെ ABCD ഇങ്ങനെ വരിക. ഇപ്പോൾ കോമ്പിനേഷൻസ്. ഓക്കെ, അപ്പോൾ ശാരദ ബ്രെയിൽ റൈറ്റർ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സിമ്പിൾ ടെക്സ്റ്റ് എഡിറ്ററാണ്. അതിലെന്ത് ചെയ്യാം, നമുക്ക് FDSഉം JKLഉം അത് ഉപയോഗിച്ച് കോമ്പിനേഷൻസ് ആണ്. ഇപ്പോൾ F മാത്രം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ A എന്ന് വരും. FDS എന്ന് പറയുന്നത് എന്താ പറയുക, 1 2 3, JKL 4 5 6. ഓക്കെ, കോമ്പിനേഷൻസ് ആണ്, സൈമൾട്ടേനിയസ് പ്രസ് ആണ്. Fഉം Dയും ഒരുമിച്ച് അമർത്തി കഴിഞ്ഞാൽ B വരും. ഓക്കെ, Fഉം Dയും Sഉം ഒരുമിച്ച് അമർത്തി കഴിഞ്ഞാൽ L വരും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കാണിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ അത് പിന്നീട് SCRT ഏറ്റെടുത്തിരുന്നു. SCRT ആണ് അതിന് പിന്നെ ഫണ്ട് ചെയ്തത്. നമ്മൾ കൃത്യമായിട്ട് എന്താ പറയുക, ഇനി ഇതിൻ്റെ മുകളിൽ വേറൊരു പ്രോജക്റ്റ് ചെയ്യരുതെന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് വിട്ടു. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള എക്സ്ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു GUI ആണ് ചെസ്സിനുള്ള. ഓക്കെ, അതിന് നമ്മൾ accessible ആക്കി. ഓക്കെ, അതൊരു ഗൂഗിൾ സമ്മർ ഓഫ് കോഡ് പ്രോജക്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ്, ടെക്സ്റ്റ് മാക്സ് പലർക്കും അറിയായിരിക്കും. അതിന് നമ്മൾ accessible ആക്കി. ഇതൊക്കെ ഗൂഗിൾ സമ്മർ ഓഫ് കോഡിൻ്റെ ഇതിൽ ചെയ്തായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആയിട്ടുള്ള കുറേ പ്രോജക്ട്സ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മളൊരു ഓൺലൈൻ ബ്ലഫ് ഗെയിം. ബ്ലഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡോങ്കിയൊക്കെ പോലത്തെ കാർഡ് ഗെയിമാണ്. ഓക്കെ, പ്ലേയിങ് കാർഡ്സ് എന്നുള്ള അങ്ങനെയുള്ളൊരു ഗെയിം നമ്മൾ accessible ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓൺലൈൻ വേർഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ മാക്സ് ട്യൂട്ടർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ, സ്നേക്ക് ആൻഡ് ലാഡർ, പല എഞ്ചിനീയറിംഗ് കോളേജും ഇവരൊക്കെ ആയിട്ട് ചേർന്നിട്ട് അവിടെയുള്ള കുട്ടികൾക്ക് ഇൻറ്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മൾ സെൻഡലോണ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളെ ഡ്രീം എന്താണെന്നുള്ളത്, OSM ആയിട്ടുള്ള നമ്മളെ ഡ്രീം എന്താണെന്നുള്ളതാണ്. അപ്പോൾ സാധാരണ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, കാഴ്ചയുള്ളവർക്ക് എങ്ങനെ മാപ്പ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന അതേ രീതിയിൽ തന്നെ കാഴ്ചയില്ലാത്തവർക്കും കൂടി സപ്പോർട്ടിംഗ് ആയിട്ട് ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് വരണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി റെലവൻസ് ആണ് മിസ്റ്റർ KF സത്യശീലനെ ഞാൻ വിളിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മാപ്പ് ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു ഗ്രൂപ്പിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നാൽ മാപ്പ് ഏറ്റവും അധികം ഇന്നേ വരെ തഴയപ്പെട്ട, പരീക്ഷയ്ക്ക് പോലും നിങ്ങൾ മാപ്പ് ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതായത് വിഷ്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ളവർക്ക് മാപ്പ് അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് സമൂഹം പറയുന്നത്. പക്ഷേ അത് വളരെ ഒരു ഭീകരാവസ്ഥയാണ്. അപ്പോൾ പ്രൈമറിലി ഞാൻ പറയുന്നത് എന്താണ്, ഐ എം ഫ്രം ദ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ബാക്ക്ഗ്രൗണ്ട്സ്. ഈ ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നുള്ള വേർഡ്, ഭിന്നശേഷിക്കാർ എന്നുള്ള വേർഡ് ഒരുപാട് തെറ്റിദ്ധരിക്കുന്നൊരു വേർഡാണ്. അതൊന്നും ഞാൻ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഭിന്നശേഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ശേഷിക്ക് പകരം മറ്റൊരു ശേഷി ഉപയോഗിക്കുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാണ്ട് ഒരു വ്യത്യസ്തമായ ധാരാളം ഭീകരമായ കഴിവുകളുള്ളവർ എന്നല്ല. അതിന് പകരം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കമ്പ്യൂട്ടർ സ്ക്രീൻ ഉപയോഗിച്ച് കണ്ടിട്ട് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, അതിൻ്റെ സ്പീച്ച് കേട്ടിട്ട് ചെയ്യുന്നു. മൗസ് ഉപയോഗിക്കുന്നതിന് പകരം ഞാൻ കീബോർഡ് ഉപയോഗിക്കുന്നു. അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു എബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് സാധാരണ ജനങ്ങൾ അച്ചീവ് ചെയ്യുന്ന കാര്യം അച്ചീവ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഡിഫറൻ്റ്ലി ഏബിൾഡ്, അല്ലെ ഭിന്നമായ ഒരു ശേഷി ഉപയോഗിച്ചുകൊണ്ട് സെയിം ശേഷികൾ അറ്റൈൻ ചെയ്യുന്നു. ഇതാണ് ഭിന്നശേഷി എന്നുള്ള മീനിങ്. അല്ലാണ്ട് വളരെ മനോഹരമായി പാടാൻ കഴിയുന്നവർ, അതിബുദ്ധിശക്തിയുള്ളവർ എന്നുള്ള രീതിയിൽ ഹയസ്റ്റ് ലെവലിലുള്ളവർ പോലും തെറ്റിദ്ധരിക്കുന്ന ഒരു ഫിനോമിനാണ് ഡിഫറൻ്റ്ലി എബിലിറ്റി. അങ്ങനെയല്ലത്, പകരം ശേഷിക്കാർ എന്നാണ് നല്ല പച്ച മലയാളം. പിന്നെ സെൻഡലോണ അതിനകത്ത് ഏറ്റവും വിഷമിക്കുന്നവർ പിന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡുള്ള സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ട്, പലതരം ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്നത് സെൻഡലോണയുടെ ഒരു ഉദ്ദേശം മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ട് കൗൺസിലിംഗ് ഒരു എൻവയോൺമെൻറ്റ് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സെൻ ആൻഡ് അലോൺനെസ് അത് പോട്ടെ. അപ്പോൾ ഡിഫറെൻ്റ് എബിലിറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഈ മാപ്പ് സത്യം പറഞ്ഞാൽ കാഴ്ചയുള്ളവരെ സംബന്ധിച്ചിടത്തോളം മാപ്പ് ഒരു സ്കൂളിൽ പഠിക്കാനും കോളേജിൽ പഠിക്കുമ്പോഴും
ഒക്കെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് കപ്പലോടിച്ചവർക്കൊക്കെ ഉപയോഗിച്ചായിരുന്നു. പക്ഷേ കാഴ്ചയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം മാപ്പ് ഈസ് ലൈഫ്. കാരണം ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ കാഴ്ചയുള്ളൊരു കുട്ടി ഒരു മാപ്പിംഗ് എൻവയോൺമെൻറ്റിലാണ് അവൻ ജനിക്കുന്നത് തന്നെ. അവന് ഒന്നും ആരും പറയണ്ട, ആ റൂം ചുറ്റും സഞ്ചരിക്കാനും അതിനകത്തുള്ള സാധനങ്ങൾ കണ്ടെത്താനും അത് തടസ്സങ്ങൾ അവോയ്ഡ് ചെയ്യാനൊക്കെ കാഴ്ച എന്ന് പറയുന്ന ഒരു പരമപ്രധാനമായ സെൻസ് ഉണ്ട്. ഇതിൻ്റെ അഭാവത്തിൽ ഒരു കാഴ്ചയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള, അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മാപ്പിൻ്റെ ആവശ്യം വീട്ടിൽ നിന്ന് തന്നെ ജനിച്ചപ്പോൾ തുടങ്ങുകയാണ്. ഹി റിക്വയർസ് എ മാപ്പ്. ഇപ്പം ഞാൻ വീട്ടിൽ അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും സഞ്ചരിക്കുന്നത്, ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് കൂട്ടി തട്ടി മുട്ടി ഫുട്ബോൾ കൊണ്ടുപോകുന്ന ഇവർ. ബട്ട് ഇൻ മൈ ഹൗസ്, ഇൻ മൈ ലിവിങ് എൻവയോൺമെൻറ്റ്, ആക്ച്വലി ഐ ലിവ് ലൈക്ക് എ കിങ് ബിക്കോസ് ഐ യൂസ് എ മെൻ്റൽ മാപ്പ്. മെൻ്റൽ മാപ്പ് എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു വെച്ചാൽ, എൻ്റെ കിനസ്തെറ്റിക് സെൻസ്, കിനസ്തെസിസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് നമുക്കൊക്കെ, കാഴ്ചയുള്ളവർക്ക് അത് ഉപയോഗിക്കേണ്ടി വരുന്നില്ല. കാരണം എവറി മൂവ്മെൻറ്റ് ഓഫ് യുവർ ബോഡി, ജോയിൻസ് ആൻഡ് മസിൽസ് ആർ റെക്കോർഡഡ് ഇൻ ദ ബ്രെയിൻ. ഈ കിനസ്തെസിസിൻ്റെ മാപ്പിംഗ് പൊട്ടൻഷ്യൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ മനസ്സിലൊരു മാപ്പ് ഉണ്ടാക്കി ഞാൻ വീട്ടിനകത്ത് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഐ എം എ യൂസർ ഓഫ് എ ടെറിബിൾ മാപ്പ്. മെൻ്റൽ മാപ്പ്, കിനസ്തെറ്റിക് മാപ്പ് എന്നെല്ലാം പറയുന്നത് നമ്മളെ ഈ കമ്മ്യൂണിറ്റിക്ക് അല്പം പുതുമയായിരിക്കും. അപ്പോൾ എനിഹൗ നമുക്ക് ഇത്രയും നമ്മുടെ പഠന പ്രക്രിയയിൽ തന്നെ പ്ലസ് കരിക്കുലർ സ്കിൽസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, കാഴ്ചയില്ലാത്തവനെ സാധാരണ കമ്മ്യൂണിറ്റിയായിട്ട് ഇതിലേക്ക് എത്തിക്കുന്നതിന്. ഇതിനാദ്യം തന്നെ ഉപയോഗിക്കുന്ന ഒരു സാധനം, ടു ട്രെയിൻ ഹിം ഇൻ മൊബിലിറ്റി. ടു ട്രെയിൻ ഹിം ഇൻ മൊബിലിറ്റി ഹി വാണ്ട്സ് എ മൊബിലിറ്റി മാപ്പ്. ഇതെല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് പുതിയ വേർഡാണോ അല്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ പലതരം മാപ്പുകൾ ജീവിക്കാൻ തന്നെ വേണ്ടി വരുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് OSM പോലെയുള്ളതോ അല്ലെങ്കിൽ ഒരു വേൾഡ് മാപ്പോ അതൊന്നും ആക്സസിബിളാക്കാൻ വേണ്ടിയിട്ട് അടിസ്ഥാനപരമായ ഒരു എഫേർട്ട് നടന്നിട്ടില്ല. ഇപ്പോൾ മൊബൈലിലുള്ളത് നമുക്കുള്ളത് ഒരു ലസാറില്ലോ എന്ന് പറഞ്ഞിട്ടൊരു മാപ്പുണ്ട്. ലസാറില്ലോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ഈ GPS ഉപയോഗിച്ചുകൊണ്ട് അടുത്ത് എന്തൊക്കെയാണ് ഹോട്ടലുള്ളത്, മറ്റേ ഫുഡ് അറേഞ്ച്മെൻറ്റ്, അതൊക്കെ പറഞ്ഞു തരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് ആകെയുള്ളത്. ഇത് പോരാ. ഇപ്പോൾ ഞാൻ കാസർഗോഡ് ഗവൺമെൻറ് സ്കൂളിൽ വർക്ക് ചെയ്തപ്പോൾ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ ഒരു മൊബിലിറ്റി മാപ്പ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ ഒരു 10,000 rupees പാസ്സാക്കി തരികയും ഞാനങ്ങനെ ഒരു മാപ്പ് ടാക്റ്റൈൽ മാപ്പായിട്ട് ഒരു മാപ്പിനകത്ത് ഈ നൂലൊട്ടിച്ചുകൊണ്ട് ഇപ്പം വിനായക് റോഡ് അല്ലെങ്കിൽ ഡോക്ടർ കമ്മത്ത് റോഡ് ഏതാണെന്നെല്ലാം പറഞ്ഞു കൊടുക്കാവുന്ന രീതിയിൽ ഒരു മൊബിലിറ്റി മാപ്പാണ് ഞാൻ സൃഷ്ടിച്ചത്. ഒരു ടാക്റ്റൈൽ മാപ്പാണ്. ഇറ്റ്സ് നോട്ട് ഇനഫ്. അത് നമുക്ക് എല്ലായിടത്തും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്ക് വേണ്ടത് നമ്മളെ പ്രതീക്ഷ. പിന്നെ ആയിരക്കണക്കിന് കാഴ്ചയില്ലാത്തവർ ഇന്ന് ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് കാഴ്ചയുള്ള കുട്ടികളെ അവർ മാപ്പ് പഠിപ്പിക്കണം, ജിയോഗ്രഫിക്കൽ ഫിനോമിനൻസ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇതിനൊന്നും ഇപ്പോൾ വഴിയില്ല. സോ വി കെയിം ഫ്രം എ ഗ്രാൻഡ് റിക്വസ്റ്റ്. നമ്മൾ ഈ സ്ഥിതി പോയിക്കൂടാ. നിങ്ങൾ അവഗണിച്ച ഒരു ഗ്രൂപ്പിനെ കൂടി നിങ്ങളെ കൂടെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള അതിനുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അതിനു വേണ്ടിയിട്ട് ഫിനാൻസ് വേണ്ടി വരും, നമുക്കതിന് വേണ്ടിയിട്ട് ടെക്നിക്കൽ അസിസ്റ്റൻസ് വേണ്ടി വരും. പിന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇതിന് എങ്ങനെയാണ് ഹൗ ഇറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇറ്റ് ക്യാൻ ബി അച്ചീവ്ഡ്. നമുക്കൊരു മൊബിലിറ്റി മാപ്പ് സാധാരണ ഒരു മാപ്പ് OSMൽ തന്നെ എൻ്റെ വീട് ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഒരുക്കുന്നത് വരെ ഞാൻ ഈ OSM ഗ്രൂപ്പിനെ പിന്നാലെ വിടാതെ പിന്തുടരുമെന്നുള്ള പ്രതിജ്ഞയായിട്ടാണ് ഞാനിത് വന്നിട്ടുള്ളത്. സോ ഇറ്റ് ക്യാൻ ബി അച്ചീവ്ഡ്. ഞാനത് എങ്ങനെ അച്ചീവ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, കാണിച്ചു തരാം. ഗൗതം ഒന്ന് ഇതിങ്ങോട്ട് തരും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഇത് ഫുൾ സൗണ്ട് ആണോ? പോയ ഓക്കെ. ഇതിപ്പോൾ ടോക്ക് ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഇൻക്ലൂസീവായിട്ട് കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇൻക്ലൂസീവാണ്. എല്ലാവരുടെ മൊബൈലിലും ഈ ടോക്ക് ബാക്ക് എനേബിൾഡ് ആണ്. ഇറ്റ്സ് ദെയർ ഇൻ യുവർ ആൻഡ്രോയിഡ് ഫോൺ. അപ്പോൾ ഇതിൽ ഇതിപ്പം ഒരു ഒരു മാപ്പാണെന്ന് വിചാരിച്ചോ.
അപ്പോൾ ആ മാപ്പിൽ എനിക്ക് ഇവിടെ ഹൗ between items. ഓക്കെ ഇപ്പോൾ ഈ ഫോണ് ഒരു മാപ്പാണെങ്കിൽ അതിനകത്ത് റീജിയൻസ് ആണ് ഈ സ്ഥലങ്ങളൊക്കെ എങ്കിൽ ഞാൻ തൊടുമ്പോൾ എന്നാടാ പറയാത്തത് Accessibility, ആ മറ്റേ ഇതിനുള്ള ഡ്രൈവ് visibility and hearing enhancements. The visibility അല്ല അത് വേണ്ട അത് നമുക്ക് മാപ്പിങ്ങിലാണ് വേണ്ടത്. to activate. ഞാൻ ഡ്രൈവ് അങ്ങനെയുള്ള ഫോണ് അതെല്ലാം ഉള്ള ചെയ്യില്ലേ? ആപ്ലിക്കേഷൻ പേജ് എങ്ങനെ തൊടുമ്പോൾ ഓരോന്ന് പറയുന്നേ. Double tap to activate. Double tap. ഒരു സെക്കൻഡ്, പുള്ളിയുടെ ഫോൺ മറന്നു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വേറൊരു ഫോൺ വെച്ചിട്ടാണ് കാണിച്ചിരുന്നത്. എൻ്റെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സംഭവം ഒന്നുമില്ല, നമ്മൾ തൊട്ട് പോകുമ്പോൾ അതിൻ്റെ താഴെയുള്ളത് പറയും. അപ്പോൾ നമുക്ക് പിന്നെ ഒരു മാപ്പ് ഇതേപോലെ ഒരു പിന്നെ ഇതിൽ കൊള്ളുന്ന രീതിയിൽ ഒരു മാപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വേൾഡ് മാപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ സൂം ചെയ്തിട്ട് ഇപ്പം ഇന്ത്യ എന്ന് പറയുമ്പോൾ ഈ ഫോണിൻ്റെ അത്ര ഇതിൽ വരികയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഓരോ റീജിയനും ഇപ്പോൾ തൊടുമ്പോൾ ഇതിനകത്ത് പറയുന്ന മാതിരി ആ റീജിയൻ അല്ലെങ്കിൽ ഏത് സ്ഥലമാണ്, അല്ലെങ്കിൽ അതിൻ്റെ GPS അല്ലെങ്കിൽ അതിൻ്റെ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ഇത് പറയുക. പിന്നെ ബോർഡറിൽ വരുമ്പോൾ വൈബ്രേഷൻ ഓൾറെഡി ഇറ്റ്സ് ഹെപ്റ്റിക് ഇത് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് ഒരു വേൾഡ് മാപ്പ് പിന്നെ പ്ലസ് നമ്മുടെ ഓപ്പൺ ഷീറ്റ് മാപ്പ് പോലെയുള്ള സാധനങ്ങളെ ആക്സസിബിൾ ആക്കുന്ന ഒരു കമ്പോണൻറ്റ് നമ്മൾ നിർബന്ധമായിട്ടും അതിനെക്കുറിച്ചുള്ളൊരു കൂടിയാലോചന കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തണം എന്നുള്ളതാണ് നമ്മളെ റിക്വസ്റ്റ്. ഇനി ഒരു PC-യിലൊക്കെ ഒരു കീബോർഡ് വഴി എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ കുറച്ചൊരു സാധനം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ആരോ കീസ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഗൺ പോയിൻ്ററൊക്കെ വരില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങണം. ഓക്കെ, ടോപ്പ് റൈറ്റ് ഇങ്ങനെ ഡയഗണലായിട്ട് നീങ്ങാൻ പറ്റണം. പിന്നെന്താ അതിൻ്റെ താഴെയുള്ള എന്താണെന്ന് പറയണം. ഓക്കെ, അത് ഏത് സൂം ചെയ്ത് എവിടെയാണോ ഉള്ളത് അതിനനുസരിച്ച്. അതുപോലെ സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട്സ്. പിന്നെ ഒരു കോൾഫ് എന്ന് പറഞ്ഞിട്ട് ഗെയിം കളിച്ചിട്ടുണ്ട് ആരെങ്കിലും? കോൾഫ് കോൾഫ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക, ഗോൾഫിൻ്റെ KD-യുടെ വെർഷനാണ്. ഓക്കെ, അതേപോലെ അതിനകത്ത് ഇങ്ങനെ ആരോ വരുന്ന പോലെ നമുക്ക് ഈ ആരോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇത്ര ഡിസ്റ്റൻസിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കിട്ടണം. ഓക്കെ, എന്നിട്ട് നമ്മളൊരു ഷൂട്ട് ബട്ടൺ അടിക്കുമ്പോൾ അവിടത്തേക്ക് തെറിക്കണം. പിന്നെ നൈബറിങ് കൺട്രീസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാൻ പറ്റൂ. ഏതൊക്കെ രാജ്യങ്ങളുണ്ട് ചുറ്റും, അല്ലെങ്കിൽ സ്റ്റേറ്റുകൾ ഏതൊക്കെ ഉണ്ട്, പിന്നെ എന്താ പുഴയുണ്ടോ ഓഷ്യനുണ്ടോ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ ഗൗരവമാർന്ന ഒരു ഇതുവരെ അവഗണിക്കപ്പെട്ട ഒരു മേഖലയിൽ നിന്ന് വന്നു. അത് നിങ്ങൾ ഏറ്റെടുക്കുക, ഇതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുക. ഇതിന് വേണ്ടിയിട്ട് ഫിനാൻസ് നമുക്ക് ഡെവലപ്പേഴ്സിനെ വെക്കേണ്ടി വരും, ടെക്നിക്കൽ സപ്പോർട്ട് OSM-ൻ്റെ സപ്പോർട്ട് വേണ്ടി വരും. അപ്പോൾ അതിനു വേണ്ട ഒരു റിക്വസ്റ്റും ചെയ്തുകൊണ്ട് ഈ പ്രസൻറ്റേഷൻ അവസാനിപ്പിക്കുകയാണ്. ഇനി എന്തെങ്കിലും സംശയം നമ്മുടെ മേഖലയെക്കുറിച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ എനിക്ക് 10 വയസ്സിലാണ് കാഴ്ച നഷ്ടപ്പെട്ടത്. ഞാൻ കുന്നംകുളം ബ്ലൈൻഡ് സ്കൂളിൽ ഹെഡ് മാഷായിട്ട് റിട്ടയർ ചെയ്തു. ഇപ്പോൾ ഒരു ടീച്ചർ ട്രെയിനിങ് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. പിന്നെ സെൻട്രൽ ലോണ എന്ന് പറഞ്ഞിട്ട് ഓർഗനൈസേഷൻ കൊണ്ട് നമുക്ക് ഒരുപാട് അച്ചീവ്മെൻറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, പ്രിൻറ്റ് വായിക്കുക, എനി ബുക്ക് ക്യാൻ ബി റെഡ്, ഇംഗ്ലീഷ്, ഹിന്ദി ഓർ എനിക്ക് ഇന്ന് ഏത് ലൈബ്രറിയിൽ പോയാലും എനിക്കൊരു പുസ്തകം എടുത്തുകൊണ്ട് ഒരു വായിക്കാം. ഈ ഒരു സിറ്റുവേഷനിലേക്ക് ഓപ്പൺ സോഴ്സിൽ ഫ്രീ ആയിട്ടുള്ള ഒരു ലിനക്സ് ഇൻ്റലിജൻറ്റ് OCR സൊല്യൂഷൻ നമ്മളുടെ വികസിപ്പിച്ച് വന്നു. അങ്ങനെയുള്ള യുവർ ഡ്രീം ക്യാൻ ബി റിയലൈസ്ഡ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ മാപ്പായിട്ട് റിയലൈസ് ചെയ്യപ്പെടാതെ പോവില്ല. ചിലപ്പോൾ അതായിരിക്കും നിങ്ങൾ വന്നിട്ടുണ്ടാവുക. ഓക്കെ, Thank you, sir, sharing your dream. It will be our dream also. Thank you so much. So, any few questions to Satyan sir and to Nalli? അല്ല, ബേസിക്കലി ഇപ്പോൾ നമുക്കിപ്പോൾ OSM ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ മാപ്പിലാണെങ്കിൽ ഞാനൊക്കെ ബൈക്കിൽ പോകുമ്പോൾ ഫോക്കറ്റിലിട്ടിട്ട് പോവാം. അപ്പോൾ ഹെഡ്സെറ്റിലിട്ടിട്ട് അതിൽ നിന്ന് വഴി കേട്ടോ. അപ്പോൾ നമുക്ക് നാവിഗേഷൻ കാര്യങ്ങൾ നിലവിൽ നടക്കുന്നില്ലേ എന്നൊരു ചോദ്യം. നാവിഗേഷൻ ഓൺലി, വേറെ ഒന്നും ഉദ്ദേശിച്ചില്ല.
ഇവിടെ പോകുമ്പോൾ രസാരല്ലോ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ എന്താണുള്ളത് ബാക്കിയുള്ള രീതിയിലുള്ളൊരു സപ്പോർട്ട് നമുക്ക് വേണ്ട രീതിയിൽ കിട്ടുന്നില്ല. ഇതേപോലെ കൊടുമ്പോൾ പറയും ആദ്യം തിരഞ്ഞ് കണ്ടുപിടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ എവിടെ സെർച്ച് ബാർ എന്നുള്ളത് അറിയില്ല. ചിലവർ പറയുക പറഞ്ഞാൽ മറ്റേ ഈ ഹോട്ടലിൻ്റെ അടുത്താണെന്നൊക്കെയാണ് പറയുക. അപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് തിരയുന്നത്. അപ്പം അത്തരം സാധനങ്ങളാണ്. ഇല്ലാത്ത ഒരു ചിലപ്പോൾ യൂറോപ്പിലുള്ള ഏതെങ്കിലും ഒരു ഹൗസ് നമ്പർ ആയിരിക്കും, പക്ഷേ എനിക്ക് എൻ്റെ വീട്ടിൻ്റെ ഗേറ്റാണ് സാർ ഭയങ്കരമായ അവസ്ഥയിൽ ഞാനില്ല. ചിലപ്പോൾ ഞാൻ ഇറക്കുന്ന സ്ഥലം ഒന്ന് മാറിപ്പോയാൽ ഈ ഗേറ്റ് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാതെ 1-2 മണിക്കൂർ ഞാൻ തപ്പിക്കളിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. അപ്പം അതിൻ്റെ ഇടയിൽ പിന്നോയ്ക്ക് ആരിസ് കൊണ്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഞാൻ ക്യാമറ ഓണാക്കിയിട്ട് കാണിച്ചു കൊടുത്താൽ ദേ ഹാവ് തൗസൻഡ്സ് ഓഫ് വണ്ടീസ്. ആരെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വണ്ടി ഓണായി കിടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ക്യാമറ ക്രിയേറ്റ് ചെയ്താന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. സ്വന്തം ബിയോണ്ട് ദാറ്റ് ഇറ്റ് പോസിബിൾ. അതെ, സ്വന്തമായിട്ട് നടത്താനുള്ള ഒരു സ്വന്തം വീട്ടിലേക്കുള്ള അഡ്രസ്സ് ചോദിക്കാൻ ഒരു അവസ്ഥയാണ്. ആൾക്ക് സ്വന്തം വീട്ടിലേക്ക് അഡ്രസ്സ് 10 ക്ലാസ് വീടാണെങ്കിൽ പോയിങ്ങനെ വന്നിട്ടുണ്ടോ ഒരു പ്രാവശ്യം? ഒരു ഈ കണ്ണാളെ ആളുകൾ ഇങ്ങനെ മാപ്പ് മനസ്സിലാകുന്നതാണ്. നേരത്തെ ഇപ്പോൾ ഉള്ളത് ടാറ്റ ഒത്തിരി മാപ്പുകളുണ്ടോ? അപ്പോൾ അതെ, ഇപ്പം നമ്മൾ ഉള്ള എക്സിസ്റ്റിംഗ് കണ്ടീഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഈ ടാക്റ്റൈൽ മാപ്പുകൾ സാധാരണ ഒരു കേരളത്തിൻ്റെ മാപ്പ് എടുത്തിട്ട് അവിടെ നമ്മൾ ബോർഡറിൽ നൂലൊട്ടിക്കുന്നു, എന്നിട്ട് അതിൻ്റെ ബോർഡർ ജില്ലകൾ തിരിക്കുന്നു, അതിൽ തിരുവനന്തപുരത്തിനൊരു ബട്ടൺ ഒട്ടിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സംവിധാനം. ഇപ്പോൾ ഗ്ലോബിലും ഇതേപോലെ കുറച്ച് റേസ് ചെയ്തുകൊണ്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഉള്ള അവസ്ഥ. സോ ദീസ് ആർ വെരി കോസ്റ്റ്ലി ആൻഡ് അറ്റ് ദ സെയിം ടൈം നോട്ട് വെരി കംഫർട്ടബിൾ ടു യൂസ്. അത് എനിക്ക് എല്ലായിടത്തും പോകുമ്പോൾ ഒന്നും യൂസ് ചെയ്യാൻ കഴിയില്ല. എൻ്റെ വീട് എവിടെ നിന്ന് ലൊക്കേറ്റ് ചെയ്യാൻ എനിക്ക് കഴിയില്ലല്ലോ അങ്ങനെ ഒരു മാപ്പ് കൊണ്ട്. അപ്പോൾ അതേസമയം അങ്ങനെ ഒരു മാപ്പിൽ ഈ ആക്സസിബിലിറ്റി ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ലേ. ഇപ്പോൾ ഫോൺ എന്ന് പറയുമ്പോൾ അവിടെ ടച്ച് ചെയ്യുമ്പോൾ ഫോൺ എന്ന് പറയും, പിന്നെ ആ ഫോണിൽ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ആ നമ്പേഴ്സ് മുഴുവൻ ഇങ്ങനെ വരും, 1 2 3 4 എവിടെയാണെന്നുള്ളത്. അത് തൊടുമ്പം പറയും, ഡബിൾ ടാപ്പ് ചെയ്താൽ ആക്ടിവേറ്റ് ആവും. ആ രൂപത്തിൽ മാപ്പുകളെ നിർമ്മിച്ചെടുക്കുന്നതിന് ഉള്ള എഫേർട്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ഡൺ.